നമസ്കാരം സാർ. നമസ്കാരം. ശരിക്കും ഈ ഗായികയെ ഗുരുവായൂർ വെച്ച് കണ്ടതിന് ശേഷം പിന്നെ ഈ രണ്ട് ഗായികമാരുടെ ബാക്ക് ബോൺ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ സ്വന്തം പാട്ട് ഇടയ്ക്കൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടെ ഊർജ്ജമാക്കണമെന്ന അഭിപ്രായം എനിക്കുണ്ട്. സാർ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. വർക്ക് ചെയ്യണം. അതെ അതെ, വർക്ക് ചെയ്യണം, സാധകം ചെയ്യണം, കുറെ പാടണം. ആ കോവിഡ് സമയത്ത് മനസ്സിലുള്ള പാട്ടുകൾ മുഴുവൻ തുറന്നടിച്ച് പാടി, റൂം ഷട്ട് ചെയ്ത് പാടി, വളരെ ഉച്ചത്തോടെ പാടി. അത് ഞാൻ എല്ലാത്തിലും പോസ്റ്റ് ചെയ്തു. കോവിഡ് സമയത്ത് എല്ലാ ദിവസവും കാലത്ത് റെക്കോർഡിംഗ് ആയിരുന്നു. ഐ തിങ്ക് ഇൻ 1 year 300 songs 550 സോങ്സ് തൊട്ട് മോഹന്റെ FB-ലും പല സ്ഥലത്തായിട്ട് പോസ്റ്റ് ചെയ്തു. ഒറ്റ ടേക്ക് കേട്ടോ, സിംഗിൾ ടേക്ക്. ഒരു ട്രയൽ ടേക്ക് അത് മതി നമുക്ക്. ജസ്റ്റ് ഫോണില് എത്ര ചെയ്താലും അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉള്ളൂ. അല്ല, നമ്മള് ബാത്റൂം സിംഗേഴ്സിന് ഇങ്ങനെയുള്ള സ്പേസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണമെന്നാണ് നമ്മൾ പറയാം. അതെ അതെ, നമ്മൾ കുറെ ബാത്റൂം സിംഗേഴ്സ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, എമർജ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ആഗ്രഹ ഗായകന്മാർ. വേണു ചേട്ടൻ പറഞ്ഞ പോലെ പണ്ട് 3 കാറ്റഗറി: അനുഗ്രഹീത ഗായകര്, അതെ, ആഗ്രഹ ഗായകര്, അത്യാഗ്രഹ ഗായകർ. അതിൽ പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെ ഒരു കടന്ന കൈയുണ്ട് വേറെ. അതെന്താ പറയുമ്പോ ഇല്ലില്ല, മ്യൂസിക്കൽ ടെററിസം. അങ്ങനെയുണ്ട്. അത് എനിക്ക് പ്രയോഗമാണ്, കുറെ കിട്ടണ്ട എനിക്ക്. അയ്യോ, പക്ഷെ കേട്ട് രസിക്കും. വെറുതെ എന്തിനെ കുറ്റം പറഞ്ഞ അവരുടെ ആഗ്രഹമല്ല, അവർ പാടിക്കോട്ടെ. അതെ അതെ അതെ, നമ്മൾ എന്തിനാ അടിച്ച് ഇല്ലല്ല, അത് അങ്ങനെ എക്സ്പ്രസീവ് ആവുന്നത് നല്ലതാ. അവരുടെ ഉള്ളിൽ അത് ഉണ്ട്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. സാരമില്ല, അവർക്ക് അത്രേ പറ്റുള്ളൂ. അതെ അതെ, കുറെ കെട്ടി ചിരിക്കാൻ നോക്ക്. അതെ അതെ, അത് ചിരിക്കാൻ വേണം. ശരിക്കും ഇവർ രണ്ടൊരു വോയിസ് സിമിലാരിറ്റീസ് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എന്തായിരുന്നു ശരിക്കും ആസ്വദിച്ചിരുന്നത്? ഇപ്പൊ ശ്വേത പാടുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ പാടുന്ന വിചാരിച്ചേ ഇല്ല. അതെ, നമ്മൾ രണ്ടുപേരും ശ്വേതയ്ക്ക് ഒരു പ്രോത്സാഹനം കൊടുത്തിട്ടില്ല. ക്രിട്ടിക്. അതെ, അച്ചിക്കാണ്. ഞാൻ പാട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അച്ചി കാരണം ഒരു പ്രോത്സാഹനമില്ല. ഐ വാണ്ടഡ് ഹർ ടു ഡു IFS, ഇന്ത്യൻ ഫോറിൻ സർവീസ്, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു അംബാസഡർ ഒക്കെ ആയിട്ട് പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. മലയാളം ചാനലാണ്. പാട്ടുകാരുണ്ട്. അതെ, ഒരു പാട്ട്. പിന്നെ ഞാൻ തെറ്റാണെന്ന് പ്രൂവ് ചെയ്തത് ദീപക് ദേവിന്റെ ഇതില് പോയിട്ട് സുജോൻ എന്തോ ഒരു ട്രാക്ക് പാടാൻ പോയിട്ട് ദീപക് ദേവ് പിന്നെ ഞങ്ങളോട് വിളിച്ചു പറയണു, അതൊന്നല്ല, ശ്വേതയ്ക്കാണ് പാട്ട്. ഷീ ഈസ് ആൻ എക്സലന്റ് സിംഗർ, യു ഹാവ് ടു മേക്ക് ഹർ എ സിംഗർ, നോ ഡൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ മാറ്റി, പിന്നെ ഒന്നും കൂടെ ദീപു ചേട്ടനാണ്. ഷീ സ്റ്റാർട്ടഡ് വർക്കിംഗ് അപ്പ്. പിന്നെ കൃഷ്ണകുമാറിന്റെ അടുത്ത് പഠിക്കാനൊക്കെ തുടങ്ങി, ക്ലാസിക്കൽ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്തു, അങ്ങനെ പാട്ടൊക്കെ ഗംഭീരാക്കി. പിന്നെ സഡൻലി ഷീ ചേഞ്ച് ദ ലൈൻ. പിന്നെ ഓഫ്കോഴ്സ് now that she is already an established playback singer in the field, on the top, പറയാം. ഹാപ്പി. എല്ലാവരും വിളിക്കുന്നുണ്ട് ശ്വേത എന്നുള്ളതും പതിവായി വിളിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അവർക്ക് അത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലേ പതിവായി. അതൊരു പോയിന്റ്. മ്യൂസിക് ഡയറക്ടേഴ്സ് ആദ്യത്തെ ഒരു ഓപ്പണിംഗ് കൊടുക്കണൊക്കെ ശരി, രണ്ടാമതും ശരി, വല്ലവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത് അവർക്ക് ഇഷ്ടമായിട്ട് തന്നെ വിളിക്കുള്ളൂ. ആരും അവരുടെ പാട്ടുകളെ കോംപ്രമൈസ് ചെയ്യാൻ എന്തായാലും നടക്കില്ല, കാരണം ഇവരൊക്കെ ലെജൻസ് ആണ്. അപ്പൊ എന്തായാലും പിന്നെ ചേച്ചി ദീപക് ദേവിനെ കുറിച്ച് പറയുമ്പോൾ സ്വയംവര ചന്ദ്രിക അന്നൊരു ബ്രേക്ക് ആയിരുന്നു. ജയചന്ദ്രൻ സാറിന്റെ അത് ശരിക്കും അറിയാവോ? ആ ഒരു കാലം എനിക്ക് അപ്പോഴും എന്തായിരുന്നു ശ്വേത, എത്രയായിരുന്നു പ്രായം? 10th സ്റ്റാൻഡേർഡ്. അതൊരു ഭയങ്കര ഒരു ഹിറ്റ് ആയിരുന്നു. എന്നുവെച്ചാല് നമുക്കിപ്പോഴും വെസ്റ്റേൺ വിത്ത് സ്ട്രോങ് മെലഡി. പാട്ടിന്റെ അതിന്റെ ഒരു ആ പിച്ചിങ് ഒക്കെ ഇല്ലേ, തുടക്കം എനിക്കും നമ്മളൊക്കെ ഇങ്ങനെ ബാത്റൂമിൽ അനുകരിച്ചു നോക്കുമല്ലോ ചില പാട്ടുകൾ, അപ്പൊ അതങ്ങനെ വീഴില്ല അവിടെ. മനസ്സിലായോ? സ്വയം അങ്ങനെയല്ല,
ട്രിക്കിയാണല്ലോ അങ്ങനെയാണ് തുടങ്ങുന്ന ലൈൻ ആ തന്നെ. നമ്മൾ വിചാരിക്കുന്ന ഈസി ആയിട്ടാണ്, നമ്മളത് പാടി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന അയ്യോ ഇത് നമ്മൾ ഉദ്ദേശിച്ച സംഗതിയല്ല ദീപക് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കില്ലേ. അത് ഭയങ്കര രസമായിരുന്നു. ദീപക് എങ്ങനെയായിരുന്നു? കാരണം അന്ന് വന്നതിൽ ഇപ്പോ ബിജി പാൽ വരെ ഒരു ഗണത്തിലെടുത്താൽ ദീപക് ദേവ് വേറൊരു ഗണത്തിലുള്ള ഒരാളാണ്. പുതിയതിനെ കുറച്ചുകൂടെ ചേർത്ത് വെച്ചിട്ട് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പുതുതലമുറക്കാർക്കെല്ലാം ദീപകിനെ കണ്ടാണ് അവരൊക്കെ പഠിച്ചേക്കണം. അപ്പോൾ ഇന്നുള്ള പലരും ദീപക് ദേവിനെ കണ്ടിട്ടാ പഠിച്ചേക്കുന്നത്. ഈ സുഷിൻ ശ്യാംവര ദീപക് ദേവ് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാർ. സുഷിനെ എത്രയോ കണ്ടേക്കണു ദീപു ചേട്ടന്റെ സ്റ്റുഡിയോയില്. അതെ. ഇങ്ങനെ മൂലക്ക് ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ഇപ്പോഴും സുഷിന്റെ അടുത്ത് സുഷിൻ ഇപ്പൊ കണ്ണിൽ വിടരും ആ പാട്ടിനൊക്കെ വിളിച്ചപ്പോ ഞാൻ സുഷിനെ amazing. Sushin also is amazing. So ദീപകിനെ കുറിച്ച് പറയൂ. ദീപക് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അച്ചി പറഞ്ഞ പോലെ തന്നെ ദീപു ചേട്ടന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് ഒരു സിംഗർ, ഒരു ബഡ്ഡിങ് സിംഗറിന് നമ്മളിങ്ങനെ പല ഡ്രീംസ് ഇങ്ങനെ വെച്ചുകൊണ്ട് പാടുകയാണ്. അപ്പോ അത്രയും വലിയൊരു കമ്പോസർ ആണ്, ഒരു ഇതും വെക്കാതെ ഒരു വെയിറ്റ് ഒന്നും ഇടാതെ ഇത്ര സ്വീറ്റ് ആയിട്ടാണ് എന്നെ റെക്കോർഡ് ചെയ്തത്. എനിക്കറിയാം, എനിക്കൊരു കാതുണ്ടല്ലോ, നമുക്കൊരു കാതുണ്ടല്ലോ, നമ്മള് ആ ക്വാളിറ്റി കാതിലുണ്ട്. പക്ഷെ നമ്മൾ പാടുമ്പോ ആ ഒരു എത്തുന്നില്ലാന്ന് എനിക്ക് തന്നെ അറിയാം. സോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് തിരിച്ചെടുക്കുമ്പോ ദീപു ചേട്ടൻ എത്രത്തോളം സ്വീറ്റ് ആയിട്ട് പേഷ്യന്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് അത് ഭയങ്കര സന്തോഷമായിരുന്നു ദീപു ചേട്ടന്. കാരണം അമ്മേനെ ഭയങ്കര ഫാനാണ് ദീപു ചേട്ടൻ. ദീപുവിന്റെ ഫസ്റ്റ് സോങ് ഞങ്ങളാണ് പാടിയത്. സ്വയംവര ചന്ദ്രിക ഫസ്റ്റ് സോങ്. അതെ, ആ പടത്തിലാണ് വരുന്നത്. ശിലയിൽ നിന്നും അത് രണ്ടും. അപ്പൊ ദീപുന്റെ അത് ദീപു ചേട്ടന്റെ ഫസ്റ്റ് മൂവി അത്. അതെ, അത് കഴിഞ്ഞ് ശ്വേത ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുമ്പോ ദീപുന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അമ്മേനെ വിളിച്ച് ചേച്ചി വരുന്നോ റെക്കോർഡിങ് കാണാന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിയാതെ അമ്മേനെ കൊണ്ടുവന്ന് അമ്മ കുനിഞ്ഞു വന്ന് കേട്ട് ആ ബൂത്തിന്റെ ഉള്ളി സൈഡിൽ കൂടെ ഞാൻ കുഞ്ഞു ഉള്ളി പോയിരുന്നു. അതേപോലെ തന്നെ സുന്ദരി ഒന്ന് പറയൂ കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഒരു വളരെ സ്പെഷ്യൽ ഒരു സോങ് ആണ് ആരു നീ ആരു. കാരണം ദാസമ്മാമയുടെ കൂടെ ഒരു ഡുവറ്റ് എന്ന് പറയുന്നത് എന്റെ കരിയറിൽ അതൊരു വലിയൊരു സംഭവമാണ്. സോ അത് ദീപു ചേട്ടന്റെ മ്യൂസിക്കില് ദീപു ചേട്ടൻ എനിക്കൊരു ഗിഫ്റ്റ് തന്ന പോലെ ഒരു സോങ് ആണ് അത്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സോങ്. അലക്സ് പോളിന്റെ സുന്ദരിയെ ചെമ്പകമലരെ ശ്വേതയല്ലേ പാടി? അതെ അതെ, അത് വേറൊരു പാട്ടാണ്. സുന്ദരിയെ ചെമ്പകമലരെ വിധു ചേട്ടന്റെ കൂടെ, വിധു പ്രതാപിന്റെ കൂടെ. ഈ രണ്ട് പെണ്ണുങ്ങൾ പാട്ടുകാരല്ലാതെ എന്താണ് സാറിന് ഈ രണ്ട് പെണ്ണുങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ അതൊരു നമ്മള് പുറത്തുനിന്ന് കാണുമ്പോ വൈഫ് ആൻഡ് ഡോട്ടർ അല്ല, അതല്ലാതെ പുറത്തുനിന്ന് കാണും. തഗ് പറയാൻ പറഞ്ഞു. തഗ് അല്ലാതെ എന്ത് പറയും? ഈ രണ്ട് പെണ്ണുങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം, ഓരോ പുറത്തു നിന്നിട്ടുള്ള ഒരു ഒബ്സർവേഷൻ. ഞാൻ പറയുന്നത് നല്ല ആൾക്കാരാണ്. നല്ല ആൾക്കാർ വീട്ടില് മിക്ക സമയത്തും വീട്ടിലില്ല കേട്ടോ. എന്തോ ഭാഗ്യം നിങ്ങൾ എന്നെ കണ്ടത്. അപ്പോ ഞാൻ സ്പോർട്സ്മാൻ. രാവിലെ കളിക്കാൻ പോകുന്നത് കഴിഞ്ഞ് വരും. പിന്നെ ഞാൻ വൈകുന്നേരം എൻ്റെ മ്യൂസിക് ഉണ്ട്. ഞാൻ പല സ്ഥലത്തും ചെറിയ ചെറിയ ഫങ്ഷൻസിലൊക്കെ പാടുന്നുണ്ട്. അതൊക്കെ പോണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതും ഉണ്ട്. ഓൺലൈൻ പ്രാക്ടീസ് ഉണ്ട്. ഹൗസ് വിസിറ്റ്സ് ഫോർ ദി എൽഡർലി, പാലിയേറ്റീവ്, അങ്ങനത്തെ ചില നല്ല ഫുൾ ടൈം ഹോസ്പിറ്റൽ വർക്കൊക്കെ നിർത്തി ആ കോവിഡ് അടിച്ചതിന് ശേഷം എൻ്റെ ക്ലിനിക്ക്, എൻ്റെ നഴ്സിംഗ് ഹോമൊക്കെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഓൺലി ഓൺലൈൻ ആൻഡ് ഗോയിങ് ടു സീ മൈ പേഷ്യൻസ്, ഓൾഡ് പേഷ്യൻസ് ഹു വാണ്ട്സ് മീ. അവരെ മാത്രം പോയി കാണും. പുതിയ പേഷ്യൻസിനെ ആരും നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്രീ ടൈം ആയതുകൊണ്ട് ഇനഫ് ടൈം ഫോർ മൈ സ്പോർട്സ് ആൻഡ് മ്യൂസിക്, which I enjoy at this part of my life.